ഈ ശരീരമാദ്യ ഗനു ധർമ്മ സാധനം എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെന്റൻസ് പറയാതിരിക്കാൻ കഴിയില്ല. നമ്മളെപ്പോഴും വളരെ അതിന്റെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് കുറച്ചു നേരം നിവർന്നിരിക്കാൻ, ഇതുപോലെ ചന്ദ്രം പടിഞ്ഞിരിക്കാൻ കഴിയാതെ എങ്ങനെയാണ് മെഡിറ്റേഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നതാണ്. നമ്മുടെ മിനിമം നമ്മുടെ നട്ടിൽ നിവർത്തി നമുക്കൊരു അരമണിക്കൂർ എങ്കിലും, അല്ലെങ്കിൽ നമ്മൾ മെഡിറ്റേഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സമയം ഇരിക്കുക എന്നുള്ള അവസ്ഥയിലേക്ക് നമ്മളെ മാറ്റിക്കൊണ്ടുവരിക എന്നതാണ്. നമ്മുടെ ഫുൾ ബോഡിയിലുള്ള പ്രാണന്റെ ഒഴുക്കിനെ ആദ്യം നമ്മൾ ക്ലാരിഫൈ ചെയ്തെടുക്കുന്ന ഒരു സെഷനാണ്. നിങ്ങളത് വായിച്ചിട്ടുണ്ടാവും, പ്രാണിക് ചാനലൈസേഷൻ എന്നാണ് അതിന് പേര് കൊടുത്തിരിക്കുന്നത്. എന്താണ് അത് ഉദ്ദേശിച്ചത്? പ്രാണന്റെ പല സമയത്ത് ഇപ്പൊ പ്രാണന്റെ ഭാഷ പറയുകയാണെങ്കിൽ നമ്മൾ ഫിസിക്കലി അനാറ്റമിക്കലി മോഡേൺ ടെക്നോളജിയുടെ ഭാഷ പറയുകയാണെങ്കിൽ അത് വേറെയാണ്. പക്ഷെ യോഗയുടെ അല്ലെങ്കിൽ സൂക്ഷ്മമായ സയൻസസിന്റെ ഭാഷ പറയുകയാണെങ്കിൽ ഇത് പ്രാണനായിട്ട് അത് ബന്ധപ്പെട്ടിരിക്കും. നമ്മുടെ ശരീരത്തിൽ ഓരോ ഫംഗ്ഷനും നടത്തുന്നത് ഓരോ പ്രാണനാണെന്നുള്ളതാണ് ആ ഒരു കോൺസെപ്റ്റ്. ആ ബേസ് ചെയ്ത് പറയുകയാണെങ്കിൽ പ്രാണശോഷണം ചില പോർഷൻസിൽ സംഭവിക്കുന്നതുകൊണ്ടാണ് നമുക്ക് പലപ്പോഴും അസുഖങ്ങൾ ആ ഭാഗത്തേക്കുള്ള ഫ്ലോയിൽ വരുന്ന പ്രാണന്റെ ഫ്ലോയിൽ വരുന്ന ഒരു കുറവ് കൊണ്ടോ അല്ലെങ്കിൽ കൂടുതൽ കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനത്തെ ഒരു മാൽ ഫങ്ഷനിങ് കൊണ്ടാണ് നമുക്ക് പലപ്പോഴും അസുഖങ്ങൾ വരുന്നത്. അതുകൊണ്ടാണ് നമുക്ക് നിവർന്നിരിക്കാൻ കഴിയാത്തത്, അല്ലെങ്കിൽ നമുക്ക് കോൺസെൻട്രേഷൻ ചെയ്യാൻ കഴിയാത്തത്, അല്ലെങ്കിൽ നമുക്ക് ഈ പ്രോബ്ലംസ് വരുന്നത്. അപ്പോൾ അതിനെ ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ സിമ്പിൾ ആയിട്ടാണ് ഏതൊരു കുട്ടിക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് സ്വാമിജി അത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു വ്യക്തിയെ ശാരീരികം, മാനസികം, ഭൗതികം, ആത്മീയം, സാമൂഹികം എന്ന രീതിയിൽ എല്ലാ തലത്തിലും മൃതസഞ്ജീവനി ക്രിയ ഡെവലപ്പ് ചെയ്യും എന്നുള്ളതാണ്. അത് എങ്ങനെ ചെയ്യും എന്നതിനേക്കാൾ അപ്പുറത്ത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ബൈ എക്സ്പീരിയൻസ് നമുക്കത് ഉള്ളിൽ നിന്ന് തന്നെ നിങ്ങൾക്കത് കുറച്ച് ദിവസം കൊണ്ട് ആ അനുഭവങ്ങൾ വന്നു ചേരും. നിങ്ങൾക്ക് അറിയാം, ഇത്രയും വർഷത്തെ തപസ്സിലൂടെ എക്സ്പീരിയൻസിലൂടെ ഒരു ഗുരുപരമ്പരയിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ക്രിയയാണുള്ളത്. ഞാൻ ഇനി കൂടുതൽ പറയണ്ട. ഭഗവാനെ അറിയുന്നത് കൊണ്ട്, സിദ്ധി വൈഭവങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് അറിയുന്നത് കൊണ്ട് ഞാൻ അതിനി പറയണില്ല. അപ്പൊ നമുക്ക് മുന്നിൽ ഇതിന്റെ ഫൈനൽ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുള്ള ഈ മാർഗങ്ങളിലൂടെ സഞ്ചരിച്ച് ഒരു ആത്മസാക്ഷാത്കാരത്തിലേക്കും ബോധോദയത്തിലേക്കും വന്നിട്ടുള്ള ഒരു ഗുരുവാണ് നമ്മളെ കൂടെ കൊണ്ടുപോകുന്നതെന്ന് നിങ്ങൾക്ക് ഉറപ്പായി കാണും. അതുകൊണ്ടാണ് നിങ്ങൾ ദീക്ഷ എടുത്തത്, അംഗീകരിച്ചത്, ഗുരുവിനെ അംഗീകരിച്ചത്. അപ്പൊ ബേസ്മെന്റ് എന്ന് പറയുന്നത് എപ്പോഴും ധ്യാനം അല്ലെങ്കിൽ മെഡിറ്റേഷൻ അല്ലെങ്കിൽ യോഗ, ഇതിന്റെയൊക്കെ ബേസ്മെന്റ് എപ്പോഴും ഇന്ത്യൻ യോഗയിൽ തന്നെയാണ് വരുന്നത്. അതിൽ സംശയമില്ല. അതിന്റെ ഏറ്റവും വേൾഡ് മുഴുവൻ അംഗീകരിച്ച ഒരു ഫാക്ട് അത് ഇന്ത്യൻ യോഗയുടെ കോൺസെപ്റ്റ് തന്നെയാണ്. അതിലേക്ക് നമ്മൾ കുറച്ച് തായ്ച്ചിയും ചീക്കുവും കൂടെ ആഡ് ചെയ്തത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വാമിജിയുടെ ഇത്രയും വലിയ വീക്ഷണത്തിൽ, അല്ലെങ്കിൽ ഇത്രയും ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള തപസ്സിൽ നിന്ന് ഈ കാര്യങ്ങൾ കൂടെ യൂട്ടിലൈസ് ചെയ്താൽ നമുക്ക് ഈ പ്രോസസ്സ് കുറെ കൂടെ സിമ്പിൾ ആക്കാം, കുറെ കൂടെ മുന്നോട്ട് ഈസി ആയിട്ട് കൊണ്ടുപോകാം എന്നുള്ള ഒരു തിരിച്ചറിവിൽ നിന്നാണ് ഇങ്ങനെ ഒരു ബ്ലെൻഡിങ് വന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് തായ്ചി, ചീക്കും ഇന്ത്യൻ യോഗയെ ആരും ചെയ്യാത്തൊരു കോമ്പിനേഷനിൽ കമ്പൈൻ ചെയ്തുകൊണ്ട് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള മൃതസഞ്ജീവനി ക്രിയ സ്വാമിജി ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. മെഡിറ്റേഷനിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ എല്ലാവരും പോകുന്നുണ്ട്, പക്ഷെ ആർക്കും എന്തുകൊണ്ടോ ഒരു ഡെസ്റ്റിനേഷനിലേക്ക് എത്താൻ കഴിയുന്നില്ല എന്നുള്ളൊരു പ്രോബ്ലമാണ് എപ്പോഴും ഉള്ളത്, അല്ലെ? എല്ലാ കോഴ്സുകളും പഠിക്കാൻ പോകുന്നുണ്ട്, കേൾക്കുന്നിടത്തൊക്കെ പോയി ട്രൈ ചെയ്യുന്നുണ്ട്. എന്നിട്ടും എന്തുകൊണ്ട് എത്ര സ്ഥലങ്ങളിൽ നിങ്ങൾ ആ ഡെസ്റ്റിനേഷനിൽ എത്തിയ ഗുരുക്കന്മാരെ കണ്ടു എന്ന് എനിക്കറിയില്ല. സിദ്ധി വൈഭവങ്ങളോടുകൂടി ഈ പറഞ്ഞ കൃത്യമായി പ്രെഡിക്റ്റ് ചെയ്യാനും ഈ പറഞ്ഞ അഷ്ടസിദ്ധികളും കൈവരിച്ച എത്രത്തോളം ഗുരുക്കന്മാർ അവിടെ ഉണ്ടായിരുന്നു എനിക്കറിയാം. നിങ്ങൾ മെഡിറ്റേഷന്റെ വഴിയാണ് സ്വീകരിക്കുന്നതെങ്കിൽ അത് രാജയോഗത്തിന്റെ വഴിയാണെന്നാണ് അതിന്റെ ശരിക്കുള്ള പേര് പറയുന്നത്, അതിന്റെ ക്ലാസിഫിക്കേഷൻ പറയുന്നത്. ആ മാർഗത്തിൽ പോകുമ്പോൾ ഇപ്പൊ നമ്മൾ ദീക്ഷ സ്വീകരിച്ചപ്പോൾ അഷ്ടാംഗ യോഗം എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. 8 സ്റ്റേജസിലൂടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തുക എന്ന് പറഞ്ഞൊരു പ്രോസസ്സ്. അഷ്ടാംഗ യോഗത്തിലെ നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തി എങ്ങനെ നല്ല വ്യക്തി ആയിരിക്കണം, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നതിനെ ബേസ് ചെയ്താണ് അഷ്ടാംഗ യോഗത്തിലെ നിയമങ്ങൾ വരുന്നത്. അത് നമുക്ക് എങ്ങനെ സാറ്റിസ്ഫൈ ചെയ്യാൻ, നിങ്ങൾ മൃതസഞ്ജീവനി ക്രിയയിൽ വരുമ്പോൾ എങ്ങനെ പറ്റുന്നു, എങ്ങനെ നിങ്ങൾക്ക് നിയമങ്ങൾ ചെയ്യാൻ കഴിയുന്നു എന്നതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഗുരുവിനെ സ്വീകരിച്ച് മുന്നോട്ട് പോകുന്ന സമയത്ത് പ്രാക്ടിക്കലി ഗുരു അത് നമ്മളെ, അതിനാണ് ഒരു ആവശ്യം. ഗുരു നമുക്ക് കറക്റ്റ് ആയിട്ട് അത് ഇംപ്ലിമെന്റ് ചെയ്തു തരും നമ്മുടെ ലൈഫിൽ. പിന്നെയാണ് ആസനവും പ്രാണായാമവും പ്രാക്ടിക്കൽ സെഷൻ വരുന്നത്. യോഗയിലാണെങ്കിൽ യോഗ ആസനങ്ങൾ, നമുക്കിപ്പോൾ അവിടെ ചെറിയ എക്സസൈസും കാര്യങ്ങളൊക്കെ അതിൽ വരുന്നുണ്ട്. അതിനുശേഷം പ്രാണായാമം ചെയ്യുമ്പോൾ ഒരു വ്യക്തിയുടെ ശരീരത്തിലെ പ്രാണന്റെ ബ്ലോക്കേജസ് എല്ലാം ക്ലിയർ ആവുന്നു. പിന്നെ പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി, ഇങ്ങനെ ഒരു 8 സ്റ്റെപ്പായിട്ട് ഡിഫൈൻ ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. ഈ സ്റ്റെപ്സിലൂടെയൊക്കെ കുറച്ച് പോകുമ്പോൾ മാത്രമേ ഉള്ളൂ നമുക്ക് നേരത്തെ പറഞ്ഞ ഡെസ്റ്റിനേഷനിലേക്ക് എത്താൻ കഴിയുള്ളൂ. ആ ഡെസ്റ്റിനേഷനിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടു പോവുക എന്നുള്ളതാണ് ഒരു ഗുരുവിന്റെ ലക്ഷ്യം. അത്തരം ഒരു ഗുരുവിൽ നിന്ന് വരുന്ന ഈ
മഹത്തരമായ ഒരു ക്രിയയാണ് നമ്മുടെ മൃതസഞ്ജീവനി ക്രിയ. നമ്മുടെ കാലിന്റെ വിരല് മുതൽ മൂർധാവ് വരെയുള്ള ഓരോ ഭാഗത്തിനും പ്രത്യേകം നമ്മൾ സ്റ്റിമുലേഷൻ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ പ്രത്യേകം എക്സസൈസ് കൊടുത്തുകൊണ്ടാണ് പോകുന്നത് എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. വളരെ ദീർഘമായിട്ട് തന്നെ ഇപ്പോൾ നമ്മുടെ ഹേമാംബിക ശങ്കരി ഈ വിഷയത്തെ കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഒരു വിഷയത്തെ അധികരിച്ച് സംസാരിക്കുന്ന സമയത്ത് അതിൻ്റെ ആധികാരികത എന്താണെന്നാണ് ആദ്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത്. അതിൻ്റെ ആധികാരികത എന്താണ്? അതുകൊണ്ടാണ് നമ്മൾ ഈ ക്രിയയ്ക്ക് ശാസ്ത്രീയം, ആധികാരികം, സമഗ്രം അല്ലെങ്കിൽ സമഗ്രം, ആധികാരികം, ശാസ്ത്രീയം എന്ന് അതിൻ്റെ ചുവട്ടിൽ എഴുതി വെച്ചത്. അങ്ങനെ എഴുതി വെക്കാനുള്ള ഒരു ധൈര്യം ലഭിക്കുന്നത് തന്നെ ഇത് ശാസ്ത്രീയമായതുകൊണ്ടാണ്, ഇത് ശാസ്ത്രമായതുകൊണ്ടാണ്. അല്ലെങ്കിൽ അങ്ങനെ എഴുതി വെക്കാൻ പറ്റില്ല. നമ്മളൊരു ചോദ്യം ചെയ്യുന്ന സമൂഹത്തിലാണ് നമ്മളിന്ന് ജീവിക്കുന്നത്. ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കുന്ന സമൂഹത്തിലാണ് മനുഷ്യൻ ഇന്ന് ജീവിക്കുന്നത്. ആർക്കും ഒരു കളവും പറയാൻ പറ്റില്ല. നിങ്ങളെ കൈത്തുമ്പിൽ ഈ ലോകത്തെ മുഴുവൻ കാണാനുള്ള കാര്യങ്ങൾ ഇന്ന് ശാസ്ത്രീയമായി കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് എന്തെങ്കിലും പറഞ്ഞ് ഇന്നത്തെ ആധുനിക ഗുരുക്കന്മാർക്കും ആധുനിക അധ്യാപകർക്കും ആധുനിക മറ്റുള്ള മനുഷ്യന്മാർക്കും ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. കാരണം ശാസ്ത്രം അത്ര വിപുലമായിട്ടുണ്ട്. ശാസ്ത്രത്തിൻ്റെ പുരോഗതി സ്വാഭാവികമായിട്ടും മനുഷ്യരാശിക്ക് ഗുണവും ദോഷവും ഉണ്ടാക്കിയിട്ടുണ്ട്. രണ്ടുമുണ്ട്, ഗുണമുണ്ട്, ദോഷമുണ്ട്. ഒരു ദോഷം എന്ന് പറയുന്നത് ഇന്ന് ജപ്പാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, അല്ലേ? ഹിരോഷിമയിലും നാഗസാക്കിയിലും അണുബോംബ് വർഷിച്ചത് കൊണ്ട് അണുവിനെ പരീക്ഷിക്കാൻ വേണ്ടി അണുവിൻ്റെ വിസ്ഫോടനം പരീക്ഷിക്കാൻ വേണ്ടി അമേരിക്ക നടത്തിയിട്ടുള്ള ആ ഒരു ഏറ്റവും ഭീതിതമായ ബോംബാക്രമണത്തിൽ ഇന്നും ജപ്പാൻ ജനത വളരെ കഷ്ടപ്പെട്ടും വളരെ കഷ്ടതയും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നത്തെ കുട്ടികളടക്കം, ജനിക്കുന്ന കുട്ടികളടക്കം. ഞാൻ പറഞ്ഞു വന്നത്, ആധുനിക സമൂഹം ശാസ്ത്രത്തിൽ അധിഷ്ഠിതമാണ്. അതുകൊണ്ട് നമ്മുടെ ക്രിയയും വളരെ ശാസ്ത്രീയമാണെന്ന് പറയാൻ നമുക്ക് തെല്ലും ഭയമില്ലാത്തത് അതുകൊണ്ടാണ്. എൻ്റെ ക്രിയയുടെ പേര് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു. ഞാനൊരു റിപ്പീറ്റ് ചെയ്യുന്നില്ല. എന്നാലും അതിൻ്റെ ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളെ ഓർമ്മിപ്പിക്കാനാണ് ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നത്. മൃതസഞ്ജീവനി ക്രിയ, ഈ ക്രിയയുടെ പേര് ഭാരതത്തിൽ സുപരിചിതമാണ്, അതുപോലെ തന്നെ ലോകത്തിനും സുപരിചിതമാണ്. കാരണം എന്താണ്? രാമായണം ഉള്ളിടത്തോളം കാലം ഈ പേര് എന്നും ഓർമ്മിക്കപ്പെടും. രാമരാവണ യുദ്ധത്തില് ഇന്ദ്രജിത്തിന്റെ അമ്പേറ്റിട്ടാണെന്ന് തോന്നുന്നു, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. ലക്ഷ്മണൻ അൺകോൺഷ്യസ് ആവുന്നത് ബോധരഹിതനാണ്. നമ്മുടെ ലക്ഷ്മണൻ മാത്രമല്ല, വാനര സൈന്യം മുഴുവൻ ഏകദേശം ഒരു അൺകോൺഷ്യസ് നിലയിലെത്തിപ്പോയി. അത്രയും ഭീകരമായ ശക്തിമത്തായ ഒരു അസ്ത്രമാണ് അങ്ങോട്ട് ചെയ്തത്. അങ്ങനെ ഹനുമാൻ ഇതിൽ നിന്ന് അവരെ രക്ഷിക്കാൻ വേണ്ടി മൃതസഞ്ജീവനി എന്ന ഏറ്റവും നല്ല ഒരു മരുന്ന്, ഒരു മനുഷ്യൻ്റെ മൃതമായി കിടക്കുന്ന ഏതൊരു മനുഷ്യനെയും രക്ഷിക്കാൻ ഉതകുന്ന ഒരു മരുന്ന് തേടി മലയിലേക്ക് പോവുകയാണ്. ആ മലയിൽ വെച്ച് അവിടെ വെച്ച് ഹനുമാന് കൺഫ്യൂഷൻ ആവുകയാണ്, ഏതാണ് ഈ മരുന്നെന്നുള്ളത്. ആ കുന്നിൻ്റെ പേര് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഋഷഭാദ്രി എന്നാണ്. ഋഷഭാദ്രി. അങ്ങനെ അവിടെ ചെന്ന് 2-3 മലകളുണ്ട്.
ഏത് മലയിലാണെന്നൊരു ഓർമ്മ വന്നു. അപ്പോൾ വൃഷഭാദ്രിയിലാണ്. ഏതാണ് മരുന്നെന്ന് മനസ്സിലാവുന്നില്ല, ചെടി ഏതാണെന്ന് മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് ആ വൃഷഭാദ്രി തന്നെ തൻ്റെ കയ്യിലെടുത്തുകൊണ്ട് നേരെ യുദ്ധഭൂമിയിലേക്ക് നീങ്ങുകയും അവിടെ വെച്ച് എല്ലാ ആളുകൾക്കും, വാനരപ്പടയ്ക്കും എല്ലാവർക്കും ഈ മോഹാലസ്യം മാറുകയും അവർ പൂർവാധിക ശക്തിയോടുകൂടി യുദ്ധം ചെയ്യുകയും ചെയ്തു എന്നാണ് രാമായണം പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ പേര് അന്വർത്ഥമാണ്. കാരണം നിങ്ങളുടെ ഏതു തരത്തിലുള്ള മൃതമായി കിടക്കുന്ന നിങ്ങളുടെ ചിന്തകളെയും നിങ്ങളുടെ സ്വപ്നങ്ങളെയും, മൃതമായി കിടക്കുന്ന നിങ്ങളുടെ ചിന്തകളെ, നിങ്ങളുടെ സ്വപ്നങ്ങളെ എല്ലാ തലത്തിലും നിങ്ങളുടെ മൃതമായി കിടക്കുന്ന എല്ലാ തലത്തിലെയും പ്രശ്നങ്ങളെ ഈ ക്രിയ വളരെ നന്നായി റെജുവിനേറ്റ് ചെയ്യുന്നതാണ്. അതാണ് ഇതിൻ്റെ പേര് എന്ന് ഞാൻ പറയുന്നത്. അതുകൊണ്ടാണ് ഇത് അന്വർത്ഥമാണെന്ന് ഞാൻ പറഞ്ഞത്. ഈ പേര് വളരെ അന്വർത്ഥമാണ്. പൂർണ്ണ ജീവിതത്തിനുള്ള ചര്യയാണ്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. പൂർണ്ണ ജീവിതം എന്താണെന്ന് ഞാൻ പറയാം. അതിനു മുമ്പ് പൂർണ്ണ ജീവിതത്തിനുള്ള ചര്യയാണ്. സമഗ്രവും ആത്മീയവുമായ ഒരു പരിശീലന പദ്ധതിയാണ്. സമഗ്രവും ആത്മീയവുമായ ഒരു പരിശീലന പദ്ധതി. അതുമാത്രമല്ല, മനസ്സിൻ്റെയും ബുദ്ധിയുടെയും ആന്തരിക ചോദനയുടെയും കൂടെയുള്ള ഒരു പദ്ധതിയാണ്. മനസ്സിൻ്റെ നന്മ, മനസ്സിൻ്റെ ഉറപ്പ്, ബുദ്ധിയുടെ വികാസം, ഇതിനൊക്കെ ഈ ക്രിയ വളരെ സഹായകമാകും. ഒരു മനുഷ്യനെ തിന്മയിൽ നിന്ന് നന്മയിലേക്കും, നന്മയിൽ നിന്ന് വിശുദ്ധിയിലേക്കും, വിശുദ്ധിയിൽ നിന്ന് ദിവ്യ തേജസ്സിലേക്കും ഉയർത്താൻ ഈ ക്രിയയ്ക്ക് കഴിയുമെന്ന് ഒരുപാട് കാലത്തെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഞങ്ങൾക്കത് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരുപാട് ജനങ്ങളുടെ അനുഭവ സമ്പത്തിൽ നിന്നാണ് ഈ കാര്യം ഞങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളത്. ഈ ക്രിയയുടെ പ്രത്യേകത ഇതാണ്. ഏത് തിന്മയിലാണോ മനുഷ്യൻ നിൽക്കുന്നത്, ആ മനുഷ്യനെ നന്മയിലേക്ക് കൈപിടിച്ചുയർത്താൻ ഈ ക്രിയയ്ക്ക് കഴിയും. ഭൗതിക തലത്തിലുള്ള പ്രശ്നങ്ങളെ, ഭൗതിക തലത്തിലുള്ള മനുഷ്യന്റെ പ്രശ്നങ്ങളെ മാറ്റിമറയ്ക്കാൻ കഴിയും. അതിന് കാരണം ആത്മീയമായ ശക്തി ഉണരുമ്പോൾ മാത്രമാണ് ഭൗതിക തലത്തിൽ നമുക്ക് ഉയരാൻ പറ്റുക. ഭൗതിക തലത്തിൽ ഉയരുന്ന ഒരാൾക്ക് ആത്മീയ തലത്തിൽ ഉയരാൻ കഴിയണമെന്നില്ല. ഇതിന്റെ ഡിക്ലറേഷനാണ്. ഭൗതിക തലത്തിൽ ഉയർന്ന ഒരു മനുഷ്യന് ആത്മീയ തലത്തിൽ ഉയരാൻ പറ്റണമെന്നില്ല. ആത്മീയ തലത്തിൽ ഉയർന്ന ഒരു മനുഷ്യന് ഭൗതിക തലത്തിൽ ഉയരാൻ എളുപ്പമാണ്. കാരണം അവന് അതിനുള്ള കഴിവുണ്ടാവും. കാരണം അവന് ആ മനസ്സ് അതേ രൂപത്തിലായി മാറും. അവന് എല്ലാ കാര്യങ്ങൾക്കും ശക്തി ഉണ്ടാവും. അവൻ്റെ അകക്കണ്ണ് തുറക്കും. പുറമേക്കുള്ള കണ്ണ് തുറക്കുന്നതിന് പകരം അവൻ്റെ അകത്തേക്കുള്ള കണ്ണ് തുറക്കാൻ കൂടി മൃതസഞ്ജീവിനി ക്രിയ സഹായിക്കും. ഈ ക്രിയയുടെ വളരെ പ്രധാനപ്പെട്ട പ്രത്യേകതയാണ് സംഘർഷരഹിതവും സമാധാനപരവും. നിങ്ങൾക്ക് സമാധാനം ലഭിക്കുന്നില്ലെങ്കിൽ സമാധാനം ലഭിക്കും. സംഘർഷരഹിതമായ ജീവിതത്തിൽ നിന്ന് നിങ്ങളെ സംഘർഷമില്ലാത്തൊരു ജീവിതത്തിലേക്ക് ക്രിയ നയിക്കും. കാരണം നിങ്ങളുടെ മനസ്സ് ശാന്തമാക്കുന്ന ടെക്നിക്കുകൾ ഇതിൽ യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ സംഘർഷരഹിതമാക്കുമെന്ന് പറയുന്നത്. സംഘർഷപൂരിതമല്ല, സംഘർഷരഹിതമാണ്. സമാധാനപരമാക്കും. നിങ്ങളുടെ ഉള്ളിലേക്ക് ഈ ക്രിയ ഇറങ്ങിച്ചേരും. നിങ്ങളുടെ ശരീരത്തിൻ്റെ ഉള്ളിലുണ്ടാവുന്ന ഡാമേജുകളെ, അസ്വസ്ഥതകളെ ഈ ക്രിയ നല്ല രീതിയിലാക്കും. എവിടെയാണോ നിങ്ങൾക്ക് പ്രാണശോഷണം സംഭവിച്ചത്, ആ പ്രാണശോഷണം സംഭവിച്ച സ്ഥലത്ത് നിങ്ങൾക്ക് രോഗമുണ്ടാകും എന്നുള്ളത് സത്യമാണ്. എല്ലാ രോഗങ്ങളും അതത് ഒരു ഓർഗന്, നിങ്ങൾക്ക് ഒരു പ്രാണശോഷണം സംഭവിച്ച ഒരു ഓർഗനാണെങ്കിൽ ആ സ്ഥലത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള രോഗമുണ്ടാവുക സ്വാഭാവികമാണ്. അവിടെ ഈ ക്രിയ കടന്നു ചെല്ലുകയും പ്രാണന്റെ അളവിനെ കൂട്ടിക്കൊണ്ടുവരികയും ചെയ്യും. ഒരു അത്ഭുതങ്ങളും നിങ്ങൾ ഇതിൽ നിന്ന് പ്രതീക്ഷിക്കരുത്. നിങ്ങൾ പല അത്ഭുതങ്ങളും പല സ്ഥലങ്ങളിൽ നിന്നും കണ്ടിട്ടുണ്ടാവാം. ഒരു അത്ഭുതങ്ങളും നിങ്ങൾ പ്രതീക്ഷിക്കരുത്.
ഒരു ദിവ്യാത്ഭുതവും ഇതിൽ നിന്ന് പ്രതീക്ഷിക്കരുത്. കാരണം ഇത് മനുഷ്യന്റെ പൂർണ്ണ ജീവിതത്തിന് വേണ്ടിയിട്ട് തയ്യാറാക്കപ്പെട്ട അതിൽ അത്ഭുതങ്ങൾ ഉണ്ടാവാം. അതല്ലാതെ ഒരു ക്രിയ പഠിച്ചു കഴിഞ്ഞ് പിറ്റേന്ന് മുതൽ നിങ്ങളുടെ ഭൗതിക സാഹചര്യം വളരെ വലുതാവുമെന്ന് പറഞ്ഞ് പരത്തുന്ന പല ഓരോ ക്രിയകൾക്കും അതിൻ്റെതായുള്ള ആളുകൾ ഉണ്ടാവുമല്ലോ. അതിൻ്റെ പിന്നിൽ അതിൻ്റെതായുള്ള എന്തുണ്ടാവും, ഒരുപാട് പ്രയത്നം ഉണ്ടാവും. ആ പ്രയത്നിച്ച ആളുകൾ തന്നെ പറയും ഈ ക്രിയ ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് പണം സമ്പാദിക്കാം, ഈ ക്രിയ ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ കണ്ടാം, ഈ ക്രിയ ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് സോളിനെ കാണാം. ഇങ്ങനെയൊക്കെ പറഞ്ഞു പരത്തുന്ന ഒരുപാട് അന്ധവിശ്വാസങ്ങളും അബദ്ധജടിലമായ സ്റ്റേറ്റ്മെന്റുകളും പല ഭാഗത്തു നിന്ന് നമ്മൾ കേൾക്കാം. ഇത് അതിനു വേണ്ടിയിട്ടുള്ളതല്ല ഈ ക്രിയ. അതാണ് പറഞ്ഞത്, ഇത് സമഗ്രവും ശാസ്ത്രീയവുമാണ് എന്ന് പറഞ്ഞതിൻ്റെ കാരണം. ഈ ക്രിയ പഠിക്കുന്നത് വഴി നിങ്ങൾക്ക് സ്പിരിച്വൽ ലൈഫ് നല്ല രീതിയിൽ മുന്നോട്ട് പോരാൻ പറ്റും. ഈ ക്രിയ പഠിക്കുന്നത് വഴി ഭൗതിക ജീവിതത്തിൽ നിങ്ങൾക്ക് ഉയരാൻ കഴിയും. നിങ്ങളുടെ ബുദ്ധി വികാസം കൂടും, നിങ്ങളുടെ ഓർമ്മശക്തി കൂടും. ഉറക്കക്കുറവുണ്ടെങ്കിൽ ഉറക്കം കൂടുതലാവുന്നല്ല പറയുന്നത്, അതിൻ്റെ സന്തുലിതാവസ്ഥയിൽ നിങ്ങൾക്ക് നിലനിർത്താം. ആരോഗ്യം മെച്ചപ്പെടും എന്ന് വെച്ചാൽ ആരോഗ്യം നല്ല രീതിയിൽ സന്തുലിതാവസ്ഥയിലാവും. നമ്മുടെ ശരീരവും നിങ്ങളുടെ മനസ്സും നിങ്ങളുടെ ബുദ്ധിയും എല്ലാം ഒരു സന്തുലിതാവസ്ഥയിലേക്ക്. എന്തു ഭക്ഷണം കഴിക്കണം എന്ന് നിങ്ങൾക്ക് കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവും. കാരണം ആരോഗ്യത്തെക്കുറിച്ചുള്ള ചിന്ത നിങ്ങൾക്ക് കൂടുതൽ വരും. നിങ്ങളുടെ പേഴ്സണാലിറ്റി ഉയരും. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു വ്യക്തി വികാസം നിങ്ങളിൽ സ്വാഭാവികമായി ഉണ്ടാവും. ഒരു വ്യക്തി വികാസം സ്വാഭാവികമായി ഉണ്ടാവും. പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ് ആണ്, അല്ലെ? എല്ലാ ആളുകൾക്കും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഒരു വ്യക്തിത്വമുണ്ട്. ആ വ്യക്തിത്വത്തിന്റെ വികാസം ഈ ക്രിയയിലൂടെ സംഭവിക്കുമെന്നാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെ ഏത് വശം നിങ്ങൾ എടുത്തു നോക്കിയാലും അതിന്റെ പരിപൂർണത വരുത്തിയ ഒരു മനുഷ്യന്റെ എല്ലാ വശങ്ങളും നിങ്ങൾ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ, ഇഴകീറി പരിശോധിക്കുകയാണെങ്കിൽ എല്ലാ വശങ്ങളിലും ഈ ക്രിയ നിങ്ങളെ പൂർണ്ണത വരുത്തും. അതാണ് ഞാൻ പറഞ്ഞത്, ഇത് മനുഷ്യന്റെ പൂർണ്ണമായ ജീവിതത്തിനുള്ള ചര്യയാണ്. അത് നിങ്ങൾ പ്രാക്ടിക്കലായി ലൈഫിൽ നിങ്ങൾ കൊണ്ടുപോകേണ്ടതാണ്. അത്രയും സുതാര്യമാണ് ഈ ക്രിയ. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഇതിലടങ്ങിയിരിക്കുന്നത് ഇന്ത്യൻ യോഗ, അങ്ങനെ തന്നെ എടുത്തു പറയണം. ഇന്ത്യൻ യോഗ 5000 വർഷങ്ങൾക്ക് മുമ്പ് പാതഞ്ജലി മഹർഷി ചിട്ടപ്പെടുത്തിയിട്ടുള്ള യോഗ. ഇന്നും ധ്യാനം എന്ന് പറയുമ്പോൾ ലോകം മുഴുവൻ പെട്ടെന്ന് ഓർമ്മ വരുന്ന ഒരേ ഒരു പേര് യോഗ. ഒരേ ഒരു പേര്, മനസ്സിലായില്ലേ? അതാണ് യോഗ. കൂടിച്ചേരലാണ് യോഗ. നിങ്ങളുടെ സെൽഫും നിങ്ങളുടെ ആത്മാവും ജീവാത്മാവും നിങ്ങളുടെ യൂണിവേഴ്സൽ സെൽഫും തമ്മിലുള്ള കൂടിച്ചേരലാണ് യഥാർത്ഥത്തിൽ യോഗ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഉദ്ദേശം അത് വളരെ വൈഡായിട്ട് പറയാനുള്ള ഒരു സബ്ജക്റ്റ് ആയതുകൊണ്ട് ഞാൻ ആ വിഷയത്തിലേക്ക് കിടക്കുന്നില്ല. സാധാരണ ഭാഷയിൽ, സാമാന്യ ഭാഷയിൽ നമുക്ക് ഇങ്ങനെ പറയാം, ജീവാത്മാവും പരമാത്മാവും തമ്മിലുള്ള ലയനം ആണ് യോഗ. യോഗി എന്ന് പറയുന്നത് ആരാണ്? യോഗ്യനായിട്ടുള്ള ആളാണ്. നിങ്ങൾ ഈ ക്രിയ ചെയ്യുന്നത് വഴി നിങ്ങളൊരു യോഗിയായി മാറും. യോഗി എന്ന് പറയുന്നത് എന്താണ്? യോഗ്യനായവൻ ആരോ അവൻ യോഗി. എന്താണ് യോഗ്യത? ഈ ക്രിയയിലുള്ള പ്രാവീണ്യമാണ് നിങ്ങളുടെ യോഗ്യത. അപ്പൊ നിങ്ങൾ യോഗിയാണ്. നിങ്ങളുടെ ക്രിയയിലുള്ള നിങ്ങളുടെ കഴിവ്, ആ കഴിവിനനുസരിച്ച് നിങ്ങൾ യോഗിയായി മാറും. ഇതിന് ജാതി മത ലിംഗ വർഗ വർണ്ണ വ്യത്യാസം ഒന്നുമില്ല എന്ന് മനസ്സിലാക്കുക. ഏതൊരാൾക്കും, ഏതൊരു ആത്മീയ ചര്യയിൽ അല്ലെങ്കിൽ ആത്മീയ രീതിയിൽ പോകുന്ന ഏതൊരാൾക്കും, അത് ഏതൊരു ജാതി ആയിക്കോട്ടെ, ഏതൊരു മതമായിക്കോട്ടെ, അവർക്കൊക്കെ ആത്മീയ പുരോഗതി ലഭിക്കാൻ, അവർക്കൊക്കെ അടിവരയാണ്, അവർക്കൊക്കെ ആത്മീയ പുരോഗതി ലഭിക്കാനും കൂടെ ഈ ക്രിയ സഹായകമാകും. പിന്നെ കൂടുതൽ പറയാനില്ലല്ലോ. നിങ്ങൾ ഏത് മതത്തിലോ ഏത് ജാതിയിലോ വിശ്വസിച്ചോളൂ, ആ മതത്തിന്റെ ആത്മീയ പുരോഗതി കൈവരിക്കണമെങ്കിൽ ഈ ക്രിയ ചെയ്താൽ മതി എന്നാണ് ഞങ്ങൾ പറയുന്നത്. കാരണം എല്ലാ വ്യക്തികൾക്കും, എന്നുവെച്ചാൽ ഇത് മനുഷ്യന് വേണ്ടി നിർമ്മിക്കപ്പെട്ടതാണ്, മതത്തിന് വേണ്ടിയിട്ടല്ല, ജാതിക്ക് വേണ്ടിയിട്ടല്ല, ഒരു വിഭാഗത്തിന് വേണ്ടിയിട്ടുള്ളതല്ല. എല്ലാ ഭൂമിയിലെ എല്ലാ മനുഷ്യർക്കും വേണ്ടി വിഭാവനം ചെയ്തിട്ടുള്ള
സമത്വസുന്ദരമായ, അതാണ് അതിൻ്റെ വാക്ക്, സമത്വസുന്ദരമായ ഒരു ക്രിയയാണ് മതസഞ്ജീവനി ക്രിയ. സമത്വത്തോടു കൂടിയുള്ള ബാലൻസ്ഡ്, സന്തുലിതാവസ്ഥയിൽ നിലനിൽക്കുന്ന, എല്ലാ ജാതിയിൽപ്പെട്ട എല്ലാ മതങ്ങളിലും പെട്ട ആളുകൾക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ട ഒരു ക്രിയ, അതാണ് മതസഞ്ജീവനി ക്രിയ. അപ്പോൾ നിങ്ങൾ ഇതിൽ ഉൾപ്പെട്ട ഒരു ഭാഗം ഞാൻ പറഞ്ഞു. രണ്ടാമതായി ഉൾപ്പെട്ട ഭാഗമാണ് നിങ്ങളെല്ലാവരും കേട്ടിട്ടുള്ള തായ്ചി. TAICHI. ഈ ചി എന്ന വാക്ക് എല്ലാ ആളുകളും തെറ്റിദ്ധരിക്കുന്നു. ചി എന്ന വാക്കിന് അർത്ഥം പ്രാണ എന്നാണ്. പ്രാണൻ. യോഗയിൽ നിങ്ങൾ പ്രാണൻ എന്ന് പറയും. സ്ഥൂലം, സൂക്ഷ്മം, കാരണം, ഞാൻ പറയുന്ന മന്ത്രശരീരം, അതിൽ സൂക്ഷ്മാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു സംഗതിയാണ് പ്രാണൻ. വളരെ സൂക്ഷ്മമായി സ്ഥിതി ചെയ്യുന്ന ഒരു സംഗതിയാണ് പ്രാണൻ. പ്രാണൻ നമുക്ക് നേരിട്ട് കാണാൻ കഴിയില്ല, നമുക്ക് മനസ്സിലാവില്ല എന്താണെന്നുള്ളത്. പ്രാണശോഷണം സംഭവിക്കുന്ന സമയത്ത് മാത്രമാണ് നിങ്ങൾക്ക് അവിടെ എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നത്. അത് ജപ്പാനിലേക്ക് മാറുമ്പോൾ അത് കി എന്ന് പറയും. KI, കി. അതാണ് കരാത്തയിൽ നിങ്ങൾ സൗണ്ട് ഉണ്ടാക്കുന്ന സമയത്ത് ഹ്യായ് എന്ന് പറയുന്നത്. കി ആയി ആണ്, രണ്ട് വാക്കാണ്. കി ആയി രണ്ട് വാക്കാണ്. കി എന്ന് പറയുന്നത് പ്രാണനും ആയി എന്ന് പറയുന്നത് യൂണിറ്റിയുമാണ്. അതിൻ്റെ കൂടവും പ്രാണന്റെ കൂടിച്ചേരലാണ് കിയായി. പ്രാണന്റെ പൂർണ്ണമായ കൂടിച്ചേരൽ വഴി അത് നിങ്ങളുടെ ഏത് ഭാഗത്തേക്കാണോ നിങ്ങൾക്ക് ആ ശക്തി അപ്ലൈ ചെയ്യേണ്ടത്, ആ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒരു കരാത്തെ സ്റ്റുഡൻറ് കിയായി എന്ന് സൗണ്ട് ഉണ്ടാക്കും. അത് ആ പെർട്ടിക്കുലർ ഭാഗത്തേക്കാണ്. ഒന്നെങ്കിൽ സോളാർ പ്ലക്സസ് ഭാഗത്തേക്കായിരിക്കാം, അല്ലെങ്കിൽ ഫേസിലേക്കായിരിക്കാം, അല്ലെങ്കിൽ അദ്ദേഹം വിചാരിക്കുന്ന ഏതോ ഒരു പാർട്ടിലേക്ക് തൻ്റെ പ്രാണന്റെ പൂർണ്ണമായ ഒഴുക്ക് ഒരേ പോയിന്റിലേക്ക് ഫോക്കസ് ചെയ്യപ്പെടുന്ന സമയത്താണ് ഖ്യായ് എന്ന സൗണ്ട് മാർഷൽ ആർട്സിലെ വിദ്യാർത്ഥികൾ, മാർഷൽ ആർട്സിലെ ആളുകൾ ഉപയോഗിക്കുന്നത്. ഇത്രയേ ഉള്ളൂ അതിനർത്ഥം. അതാണ് ചി എന്ന് പറയുന്നത്. ഇപ്പൊ തായ്ചി എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ വേണമെങ്കിൽ നമുക്ക് അതിനെ ഇങ്ങനെ പറയാം: സ്വിമ്മിങ് ഇൻ ദ എയർ. അന്തരീക്ഷത്തിൽ സ്പേസ് സഞ്ചാരികൾ പോയി കഴിഞ്ഞാൽ അവിടെ അവരെങ്ങനെയാണ് നടക്കുക എന്ന് നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും. അതേപോലെ, അതേ മാനസികാവസ്ഥയിൽ, അതേ രീതിയിൽ, ലൈക്ക് ദാറ്റ് എന്ന് നമുക്ക് പറയുവാണെങ്കിൽ, അതേ രീതിയിൽ വളരെ സാവധാനത്തിൽ ഡീപ്പായിട്ട് ബ്രീത്ത് ഉപയോഗിച്ചുകൊണ്ടും ഫാസ്റ്റായിട്ട് ബ്രീത്ത് ഉപയോഗിച്ചുകൊണ്ടും ചെയ്യുന്ന ഒരു ആർട്ടാണ്, ഒരു മാർഷൽ ആർട്ടാണ്, ഒരു കുറേ ചലനങ്ങളുടെ കൂട്ടമാണ് തായ്ചി. കുറേ ചലനങ്ങളുടെ കൂട്ടമാണ്. ഇറ്റ്സ് എ കോമ്പിനേഷൻ. ഒരു കോമ്പിനേഷനാണ് കോമ്പിനേഷൻ ഓഫ് മൂവ്മെന്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഇതാണ് തായ്ചി. വേറെ ഒന്നും തെറ്റിദ്ധരിക്കരുത്. അപ്പൊ അതെന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? പ്രാണന്റെ ഒഴുക്കിനെ മസിലിന്റെ ഡെവലപ്മെന്റ് ഇല്ലാതെ, ഇപ്പൊ നിങ്ങൾക്ക് യോഗയിൽ മസിൽ ഡെവലപ്പ് ചെയ്യാം വേണമെങ്കിൽ, ഇതിൽ മസിലിന്റെ ഡെവലപ്മെന്റിന് കൂടുതൽ പ്രാധാന്യമില്ല. തായ്ചിയിൽ മനസ്സിന്റെ ഡെവലപ്മെന്റിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതാണ് തായ്ചി. അത് മൂവ്മെന്റ് ആയിട്ട്, കണ്ണികൾ എന്താണ് അതിലെ ഓരോ കുളത്തും എന്താണ് കണ്ണികളായിട്ട് കൂട്ടി യോജിപ്പിക്കുന്നത്? മൂവ്മെന്റ് ആണ് കൂട്ടി യോജിപ്പിക്കുന്നത്. അങ്ങനെ ഓരോ മൂവ്മെന്റും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് പ്രാണനെ ഏതൊക്കെ സ്ഥലങ്ങളിലേക്ക്, ഏതൊക്കെ ഭാഗങ്ങളിലേക്ക് അതാത് സമയങ്ങളിൽ ഷിഫ്റ്റ് ചെയ്യണമെന്ന് തായ്ചി വിദ്യാർത്ഥിക്ക് അറിയാം. നിങ്ങൾ ഏതു പാർട്ടിലേക്കാണ് ബലം പ്രയോഗിക്കേണ്ടത്. അതുകൊണ്ടാണ് അത് മാർഷൽ ആർട്ടിൽപ്പെട്ടത്. യോഗ പോലെ അല്ല തായ്ചി, അത് മാർഷൽ ആർട്ടിന്റെ ഒരു ഭാഗം കൂടിയാണ്. ഇന്ന് ലോകത്തിൽ 10-70 രാജ്യങ്ങൾ തായ്ചി അസുഖങ്ങൾ മാറ്റാനും കൂടെ ഉപയോഗിക്കുന്നുണ്ട് എന്നറിയുക. 70ഓളം രാജ്യങ്ങളിൽ ബിഷഗ്വരന്മാർ, ഡോക്ടർമാർ പല പല അസുഖങ്ങൾക്കും ഉപയോഗിക്കുന്ന പ്രത്യേകമായ ഒരു ആർട്ടാണ്, മാർഷൽ ആർട്ടാണ് തായ്ചി എന്ന് പറയുന്നത്. കോമ്പിനേഷൻ ഓഫ് മൂവ്മെന്റ്. അതിൽ വെപ്പണും കൂടെ ഉണ്ടെന്ന് അറിയുക. ആയുധം ഉപയോഗിച്ചുകൊണ്ടും ഇതൊരു സെൽഫ് ഡിഫെൻസും കൂടിയാണ്. അതുകൊണ്ട് അതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പറയാം. പക്ഷേ ഈ ഷോർട്ടായിട്ട് ഞാൻ പറഞ്ഞതുപോലും നിങ്ങൾക്ക് മനസ്സിലാവുമെന്നാണ് എൻ്റെ വിശ്വാസം. രണ്ടാമത്തത് ചീക്കും, കിക്കോങ് എന്നാണ് അതിൻ്റെ യഥാർത്ഥത്തിൽ. ചി അതിലും നിങ്ങൾ ചി ആണ് മുന്നിൽ നിൽക്കുന്നത്. ചി മീൻസ് പ്രാണ. എന്താണ് ചീക്കോങ്? വാട്ട് ഈസ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ തായ്ചി ആൻഡ് ചീക്കോങ് ആൻഡ് യോഗ?
ഇത് എല്ലാം ഒന്നാണോ? ഇതിന്റെ ബേസ് ഒന്നാണോ? ഇത് നമ്മൾ ചെറിയ രീതിയിലെങ്കിലും അറിഞ്ഞിരിക്കണം. തായ്ച്ചിയിൽ നിന്നും ചീക്കുങ് വ്യത്യാസപ്പെടുന്നത്, തായ്ച്ചി കണ്ണികളായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചലനങ്ങളും മൂവ്മെന്റും ഉണ്ടെങ്കിൽ, ചീക്കുങ്ങിൽ വളരെ ചെറിയ ഷോർട്ട് മൂവ്മെന്റ് ഉപയോഗിച്ചുകൊണ്ടാണ് അത് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ലങ്സിന്റെ കപ്പാസിറ്റി വർദ്ധിപ്പിക്കാനും കൂടിയാണ് ചീക്കുങ്. നമ്മുടെ ലങ് കപ്പാസിറ്റി വർദ്ധിപ്പിക്കാനും കൂടിയാണ് ചീക്കുങ് എന്ത് കൊടുക്കുന്നത്? പ്രാധാന്യം കൊടുക്കുന്നത്. മറ്റേത് ശരീരത്തിലെ സർവ കാര്യങ്ങളെയും, ചലനത്തെയും ശ്വസനത്തെയും നിങ്ങളുടെ മൂവ്മെന്റിനെയും നിയന്ത്രിക്കുന്നുണ്ടെങ്കിൽ, ചീക്കുങ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് നിങ്ങളുടെ ലങ് കപ്പാസിറ്റിയാണ്. അതാണ് ചീക്കുങ്. ചീക്ക് പ്രാധാന്യം കൊടുക്കുക. അപ്പൊ പ്രാണൻ എവിടെയാണ് വേണ്ടത് എന്ന് വളരെ കൃത്യമായി ചീക്കുങ് പഠിപ്പിക്കുന്ന ഒരാൾക്കറിയാം, ചീക്കുങ് പഠിക്കുന്ന ഒരാൾക്ക് മനസ്സിലാവും. അങ്ങനെ കൃത്യമായി പഠിപ്പിക്കണം. ചീക്കുങ് എന്ന് ഷോർട്ട് മൂവ്മെന്റ് ആണ്. അത് നിങ്ങൾക്ക് ട്രീറ്റ്മെന്റ് ആയിട്ട് ചെയ്യാം, മെഡിക്കലായിട്ട് ചെയ്യാം, മാർഷൽ ആർട്ട് ആയിട്ട് ചെയ്യാം. അങ്ങനെ 5 or 6 രീതിയിൽ കാറ്റഗറൈസ് ചെയ്യപ്പെട്ട ഒരു സാധനമാണ് യഥാർത്ഥത്തിൽ എന്ത്? ചീക്കുങ്. ഒരു 4000 വർഷങ്ങൾക്ക് പഴക്കമുണ്ട്. സാധാരണ രീതിയിൽ പതഞ്ജലി പറഞ്ഞതുപോലെ ഇപ്പൊ യോഗയ്ക്ക് 5000-ത്തിന് അപ്പുറത്ത് വർഷങ്ങൾക്ക് പഴക്കമുണ്ട്. പക്ഷെ അടുക്കും ചിട്ടയും വരുത്തി അതിനെ ഒരു നല്ല രീതിയിലേക്ക് ഒരു നിയമാവലി കൊണ്ടുവന്നത് പതഞ്ജലി മഹർഷിയാണ്. അതുപോലെ തന്നെ ഒരു 4000 വർഷം 5000 വർഷം പഴക്കമുണ്ട് ഈ തായ്ച്ചിക്കും ചീക്കുങ്ങും. ഇത് പ്രാചീന തിബത്തൻ സന്യാസിമാര് വളരെ സീക്രട്ടായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ആ സീക്രട്ടായിട്ട് ഉപയോഗിച്ച ഒരുപാട് രഹസ്യ സ്വഭാവമുള്ള ചൈനീസ് ഗുരുക്കന്മാർ, ബുദ്ധ സന്യാസിമാര് നിരന്തരമായി ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ക്രിയ വളരെ ഭാഗ്യത്തിന് അതിന്റെ പൂർണ്ണതയിൽ തന്നെ നമ്മുടെ കയ്യിലുണ്ട്. ആ പൂർണ്ണത വരുത്തിയ ആ ക്രിയയുടെ തൈച്ചി ചീക്കുങ്ങിന്റെ പൂർണ്ണത വരുത്തിയ ഒരു സെഷൻ നമ്മൾ ഇന്ത്യൻ യോഗയിലേക്ക് എന്താ ചെയ്യുക? ഇംപ്ലിമെന്റ് ചെയ്യുക. അതല്ലെങ്കിൽ അതിനെ കൂട്ടി യോജിപ്പിക്കുന്നത് വഴി മതസഞ്ജീവിനി ക്രിയ പൂർണ്ണത വരുത്തി എന്നാണ് ഞാൻ പറഞ്ഞത്. അതാണ് ശാസ്ത്രീയമാണ് നമ്മുടെ ക്രിയ എന്ന് പറയുന്നത്. ഈ 3 കാര്യങ്ങളും വളരെ കൃത്യമായി ബ്ലെൻഡ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. ലോകത്തിൽ ഒരു സ്ഥലത്തും, അതാ ഞാൻ പറഞ്ഞത്, ലോകത്തിൽ ഒരു സ്ഥലത്തും ഈ 3 കാര്യങ്ങളും കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ക്രിയയില്ല. ഈ 3 കാര്യങ്ങളും കൂടെ വളരെ ഭംഗിയായി അടുക്കും ചിട്ടയോടും കൂടി ഉൾപ്പെടുത്തിയതാണ് ഇതിന്റെ ഏറ്റവും വലിയ വിജയം. നേരത്തെ സ്വാമിനി പറഞ്ഞതുപോലെ ദൈവികമായ ഒരു ശക്തിയും കൂടെ ഇതിന്റെ കൂടെ പിന്നിലുണ്ട്. ദൈവികമായ ഒരു ശക്തിയും ഇതിന്റെ പിന്നിൽ വരുന്ന സമയത്ത് ഈ ക്രിയ പൂർണ്ണമാണ്. അതുകൊണ്ടാണ് ഇത് കംപ്ലീറ്റ് എന്ന് പറയുന്നത്. കംപ്ലീറ്റ് ആണ്. ഇതാണ് ഈ ക്രിയയെക്കുറിച്ച് വളരെ ചുരുക്കി, വളരെ ചുരുക്കിയിട്ടാണ് ഞാൻ പറഞ്ഞത്. കാരണം ഇത് പറയാൻ തുടങ്ങിയാൽ ഇന്ത്യൻ യോഗയെക്കുറിച്ച്, ഇന്ത്യൻ ക്ലാസിക്കൽ യോഗയെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് നമുക്ക് യമനിയമങ്ങൾ തൊടാതിരിക്കാൻ പറ്റില്ല, നിങ്ങൾക്ക് ധ്യാനം തൊടാതിരിക്കാൻ പറ്റില്ല, ശരീരത്തിന്റെ അവസ്ഥയെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല, മനുഷ്യന്റെ അവസ്ഥയെക്കുറിച്ച് പറയാൻ പറ്റില്ല, മനുഷ്യന്റെ ചിന്തകളെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല. അങ്ങനെ നമ്മൾ തുടങ്ങിയാൽ നമുക്കൊരു 3 or 4 ദിവസമോ 5 or 6 ദിവസം വേണ്ടി വന്നാൽ പോലും കടലുപോലെ പരന്നു കിടക്കുന്ന ഈ ക്രിയയുടെ ഇതിന്റെ എസൻസ് മാത്രമല്ലാതെ ഇതിനെ ഞാനൊന്ന് എലാബറേറ്റ് ചെയ്യാൻ ശ്രമിച്ചാൽ എനിക്കൊരു 4 ദിവസമെങ്കിലും വേണ്ടി വരും. കാരണം ഒരു സംഗതിയെക്കുറിച്ച് പോലും പറയാൻ എനിക്ക് 24 മണിക്കൂർ മതിയാവില്ല. അപ്പൊ നമ്മുടെ ക്രിയയിൽ ഒരു കാര്യം കൂടെ മനസ്സിലാക്കുക. ശരീരമാധ്യ ഗലു ധർമ്മ സാധനം എന്ന് നേരത്തെ പറഞ്ഞതുപോലെ ശരീരത്തെ പുഷ്ടിപ്പെടുത്തേണ്ടതുണ്ട് ആദ്യം തന്നെ. അതെന്തുകൊണ്ടാണെന്നറിയോ? നിങ്ങൾക്ക് അരമണിക്കൂർ ഇങ്ങനെ ഇരിക്കാൻ കഴിയുന്നില്ല. നിങ്ങളുടെ നട്ടെല്ല് എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. നട്ടെല്ല് എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടല്ലോ. യോഗിയുടെ അഭിപ്രായ പ്രകാരം പ്രധാനപ്പെട്ട മൂന്ന് നാഡികളുണ്ട്. 72,000 നാഡികളുള്ളതിൽ പ്രധാനപ്പെട്ട നാഡികൾ എന്താണ്? 3 നാഡികളാണ്. ഈ 72,000 നാഡികളും പ്രാണനെ ഒഴുക്കുന്നവയാണെന്ന് മനസ്സിലാക്കുക. 72,000 നാഡികളും പ്രാണനെ ഒഴുക്കുന്നതാണ്. ആദ്യം അത് മനസ്സിലാക്കുക.
അതിൽ തന്നെ 72,000-നെ 3-ലേക്ക് ചുരുക്കിയാൽ എന്താ ഉണ്ടാവുക? നമ്മൾ കടലിലെ വെള്ളത്തിനെ ഒരു ഗ്ലാസ്സിൽ എടുത്തുകൊണ്ട് ഇതാണ് കടലെന്ന് പറയുന്നത് പോലെ നാഡികളെ കുറിച്ച് പരാമർശിക്കാൻ നമുക്കിപ്പോൾ സാധ്യമാണോ? സാധ്യമല്ല. അപ്പൊ നമ്മൾക്ക് 3 നാഡികൾ പ്രധാനപ്പെട്ടതുണ്ട്. ആ 3 നാഡികൾ ഒന്ന് ഇട, പിംഗല ആൻഡ് സുഷുമ്ന. ഈ 3 നാഡികളെ കുറിച്ചും മിനിമം അറിയേണ്ടേ. അതാണ് ഞാൻ സമയം എടുക്കുന്നു പറഞ്ഞത്. അത് പിന്നെ ഒരു ക്ലാസ്സിലാണ്. ഈ 3 നാഡികളെയും വെച്ചിട്ടാണ് യോഗിമാര് എല്ലാ കളിയും കളിക്കുന്നത്. എന്ത് കളി? ദ മിസ്റ്റീരിയസ് വേ ഓഫ് ബ്രീത്തിങ്. നിഗൂഢമായ വഴികളിലൂടെയുള്ള യഥാർത്ഥത്തിലുള്ള ഒരു യാത്രയാണ് യഥാർത്ഥത്തിൽ ശ്വസനം. നിഗൂഢമായ വഴികളാണ് ശ്വസനത്തിന്റെ വഴികൾ. നിങ്ങൾക്കത് പറഞ്ഞാൽ മനസ്സിലാവൂല. പറഞ്ഞാൽ അത് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ ആ നിഗൂഢമായ വഴികളിലൂടെ യാത്ര ചെയ്യണം. ഞാൻ നിങ്ങളെ വിളിക്കുന്നത് എൻ്റെ അടുത്തേക്ക് കം ടു മീ എന്ന് ഞാൻ പറയാൻ കാരണം നിങ്ങൾ ആ നിഗൂഢമായ വഴികളിലൂടെ എൻ്റെ കൂടെ യാത്ര ചെയ്യാൻ വേണ്ടി ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. മൃതസഞ്ജീവനി ക്രിയയിലൂടെ ഇത്രയും സുന്ദരമായ ഒരു യാത്ര നിങ്ങൾക്ക് ഈ ഭൂലോകത്ത് എവിടെ പോയാലും കാണാൻ കഴിയും. അത്രയും സുന്ദരമായ ഒരു യാത്രയാണ് ശ്വസനത്തിലൂടെയുള്ള യാത്ര. ശ്വസനത്തെ ഒരു തവണ നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ, ഒരേ ഒരു തവണ നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് യോഗിക് വേയിലേക്ക് മാറാൻ കഴിയും. നിങ്ങൾക്കൊരു യോഗിയാവാൻ കഴിയും. ഒരു തവണ നിങ്ങൾ അറിഞ്ഞാൽ മതി. ഒരു തവണ നിങ്ങൾ അതിൻ്റെ സ്വാദ് അനുഭവിച്ചാൽ, പിന്നെ ഒരിക്കൽ പോലും അതിൽ നിന്ന് നിങ്ങൾ വിട്ടു നിൽക്കില്ല. അപ്പൊ ഇട എന്താണെന്നറിയണം, പിംഗല എന്താണെന്നറിയണം, സുഷുമ്ന എന്താണെന്നറിയണം. അതുകൂടാതെ ഈ 72,000 നാഡികളും ഈ 3 സംഗതികളും ഒക്കെ തന്നെ ചില സ്ഥലങ്ങളിൽ സമ്മേളിക്കുന്ന ഒരു സ്ഥലമുണ്ട്. ഈ നാഡികളുടെ ഈ പ്രാണന്റെ ഒഴുക്ക്, നിങ്ങൾ ഇലക്ട്രിസിറ്റി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. വയറിങ് ചെയ്യുന്ന ആളുകൾക്കറിയാം. ഒരു ചെറിയ ബോക്സ് ചില സ്ഥലങ്ങളിൽ ഇങ്ങനെ വെച്ചു കൊടുക്കും. എല്ലാ സംഗതികളും കൂടെ അതിലേക്ക് എത്തും. അപ്പൊ എവിടെയെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ അവിടെ നോക്കിയാൽ മതി. അതുപോലെ ഈ നാഡികളൊക്കെ കൂടെ ഈ പ്രാണന്റെ ഒഴുക്ക് എല്ലാ സ്ഥലത്തേക്കും ഒഴുകുന്ന സമയത്ത് അതിനെ ഒക്കെ കൂടെ കോർഡിനേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നിക്ഷേപിക്കാൻ ഓരോ സ്ഥലങ്ങൾ വെച്ചിട്ടുണ്ട്. ആ സ്ഥലത്തിന് സാമാന്യ ഭാഷയിൽ നമ്മൾ ചക്രങ്ങൾ എന്ന് പറയും. ചക്രങ്ങൾ. മൃതസഞ്ജീവിനി ക്രിയയിൽ ചക്രങ്ങളുടെ പ്രാധാന്യം വളരെ വലുതാണ്. വളരെ പ്രത്യേകത ഉണ്ട്. ചക്രങ്ങളില്ലാതെ, ചക്രങ്ങളെ കുറിച്ച് അറിയാതെ നിങ്ങൾക്ക് ഒരു ക്രിയയും ഒരു ധ്യാനവും സാധ്യമല്ല. അത് ബുദ്ധമതമായിക്കോട്ടെ, കൺഫ്യൂഷ്യസ് മതമായിക്കോട്ടെ, ഹിന്ദു മതമായിക്കോട്ടെ, ഇസ്ലാം മതമായിക്കോട്ടെ, അവർക്ക് ചക്രങ്ങളെ കുറിച്ചുള്ള ആ ചക്രങ്ങൾ എന്നുള്ള ഭാഷ മാറുന്നേ ഉള്ളൂ. അവർക്കറിയാം ഇതിൻ്റെ ഉള്ളിൽ എന്തോ ഒന്ന് പ്രവർത്തിക്കുന്നുണ്ട്, എന്തോ ഒന്ന്. ആ പ്രവർത്തനം എന്താണെന്ന് പല രീതിയിൽ പല വ്യാഖ്യാനങ്ങൾ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. കാരണം ആത്മാവിനെ കുറിച്ചുള്ള അന്വേഷണമാണ് എല്ലാ മതക്കാരും ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലേ? അത് വിവിധ രീതിയിലാണെന്നേ ഉള്ളൂ. പക്ഷെ മൃതസഞ്ജീവിനി ക്രിയ നിങ്ങളെ പഠിപ്പിക്കുന്നത് ഇതിനെക്കുറിച്ചുള്ള പഠനമാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഇതിന് ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ പഠിച്ചാൽ നിങ്ങൾക്ക് ആ മതത്തിൽ നിന്ന് കൊണ്ട് തന്നെ, ആ മതത്തിന്റെ എല്ലാ ചട്ടക്കൂടുകളിൽ നിന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ കാര്യം അഭ്യസിക്കാൻ കഴിയും. ഇതാണ് ഈ ക്രിയയുടെ പ്രത്യേകത. അതാണ് നിങ്ങൾ വളരെ പോയിന്റായിട്ട് നിങ്ങൾ ജനങ്ങളോട് പറയേണ്ടത്. അപ്പൊ ഈ ചക്രങ്ങളെ കുറിച്ച് ഈ നമ്മുടെ പ്രാണന്റെ ഓരോ ബോക്സ് എന്നാണ് ഞാൻ പറയുക. എല്ലാ പ്രാണനും കൂടെ ഒരു ബോക്സ്. ആ ബോക്സ് ആണ് ആദ്യത്തെ ബോക്സ്. ഏതാണ്? മൂലാധാര ചക്രം, സ്വാധിഷ്ഠാന ചക്രം, മണിപൂരക ചക്രം, അങ്ങനെ അനാഹത ചക്രം, വിശുദ്ധി ചക്രം, ആജ്ഞാചക്രം, സഹസ്രാര പത്മം. ഇതൊക്കെ നിങ്ങൾക്ക് പ്രാണനെ ഒഴുക്കാനും പ്രാണനെ സാംശീകരിച്ച് പ്രാണന്റെ എന്താ പറയുക അളവിനെ കൂട്ടിക്കൊണ്ടുവന്ന് ഒരു സ്ഥലത്തേക്ക് കേന്ദ്രീകരിപ്പിക്കാനും പറ്റും. നിങ്ങൾക്ക് ഏതു ഭാഗത്താണ് നിങ്ങളുടെ പ്രാണനെ കൂടുതലായിട്ട് എത്തിക്കേണ്ടതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ ആ ബോക്സിലേക്ക്, ഞാൻ ആ ബോക്സ് എന്ന് ഉദ്ദേശിച്ചറിയാലോ, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി മാത്രം ആ ഭാഷ ഉപയോഗിച്ചത്, ആ ചക്രത്തിലേക്ക് നിങ്ങൾക്ക് പ്രാണന്റെ ഒഴുക്കിനെ കൂട്ടിക്കൊണ്ടുവരാൻ പറ്റും. നിങ്ങൾക്ക് മണിപൂരക ചക്രത്തിലാണോ ഈ പ്രാണനെ കൂടുതലാവേണ്ടത്? അതിന് പല കാരണങ്ങളുണ്ട്. മണിപൂരക ചക്രം ഉണർന്നാൽ ഉണ്ടാവുന്ന കാരണങ്ങളുണ്ട്, അനാഹത ചക്രം ഉണർന്നാലുള്ള
ചില കാര്യങ്ങളുണ്ട്, വിശുദ്ധി ചക്രം ഉണർന്നാലുള്ള കാര്യങ്ങളുണ്ട്. അങ്ങനെ ഏത് ചക്രത്തിലേക്ക് നിങ്ങളുടെ ആവശ്യാനുസരണം ഏത് ചക്രത്തിനാണ് നിങ്ങൾക്ക് കൂടുതൽ പ്രാണന്റെ അളവിനെ കൂട്ടിക്കൊണ്ടുവരേണ്ടത് എന്ന് വളരെ കൃത്യമായി മൃതസഞ്ജീവിനി ക്രിയയുടെ അവസാന ഭാഗങ്ങളിലേക്ക് എത്തുന്ന സമയത്ത്, ആദ്യത്തെ ഭാഗങ്ങളിലല്ല, സ്റ്റാർട്ടിങ്ങിലുള്ള ഭാഗത്തല്ല, ചിതാകാശ യോഗയിലൂടെ നമ്മുടെ ശിവശക്തി മൂവിങ് മെഡിറ്റേഷനിലൂടെ അതിൻ്റെ അവസാനത്തെ കാലഘട്ടം നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. നിങ്ങൾക്ക് നിങ്ങളെ നിയന്ത്രിക്കാൻ പറ്റും. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രാണനെ നിങ്ങൾ വിചാരിക്കുന്ന സ്ഥലത്തേക്ക് എത്തിക്കാൻ കഴിയുമെന്ന് ഞാൻ തന്നെ തെളിവാണ്. നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന ഒരു സ്ഥലത്തേക്ക്, പ്രാണശോഷണം സംഭവിച്ച ഒരു സ്ഥലത്തേക്ക് വളരെ കൃത്യമായി, നിങ്ങൾക്കൊരു അസുഖം വരികയാണെങ്കിൽ നിങ്ങൾക്ക് സെൽഫായിട്ട്, എൻ്റെ വാക്കാണ്, നിങ്ങൾക്ക് സെൽഫായിട്ട് നിങ്ങൾക്ക് ആ പ്രാണശോഷണം സംഭവിച്ച ഭാഗത്തേക്ക്, ആ പാർട്ടിലേക്ക് പ്രാണനെ വളരെ ഈസി ആയിട്ട് എത്തിക്കാൻ കഴിയുകയും ആ പ്രാണശോഷണം സംഭവിച്ച ഭാഗത്ത് അതിനെ മാറ്റിയെടുക്കാൻ കഴിയുകയും നിങ്ങൾക്ക് ആ അസുഖത്തെ മാറ്റാൻ കഴിയുകയും ചെയ്യാൻ മൃതസഞ്ജീവനി ക്രിയയിലൂടെ കഴിയും. ധ്യാനത്തിന്റെ അവസ്ഥയിലേക്ക് വളരെ സ്പീഡിൽ എത്തിച്ചേരാൻ കഴിയും. ഇതുവരെ ഇല്ലാത്ത ഒരു പുതിയ ജീവിതവും പുതിയൊരു വീക്ഷണവും നിങ്ങൾക്ക്, പുതിയൊരു ജീവിത രീതിയും പുതിയൊരു വീക്ഷണവും ഉണ്ടാക്കാൻ മൃതസഞ്ജീവനി ക്രിയയിലൂടെ സാധിക്കും. ഒരു മനുഷ്യന്റെ സമസ്ത മേഖലകളിലും മൃതസഞ്ജീവനി ക്രിയ നിങ്ങൾക്ക് സഹായിയായിട്ടുണ്ടാവും. ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ സമസ്ത മേഖലകളിലും നിങ്ങളെ സഹായിക്കാൻ നിങ്ങളുടെ ഒരു സ്നേഹിതനായി, നിങ്ങളുടെ ഒരു ഗുരുവായി, അമ്മയായി, അച്ഛനായി നിങ്ങൾക്ക് മൃതസഞ്ജീവനി ക്രിയ എന്ന് പറയുന്ന ഈ മഹത്തായ ക്രിയ ഉണ്ടാവും. ഇതാണ് ഈ ക്രിയയുടെ പ്രത്യേകത. അതുകൊണ്ടാണ് പൂർണ്ണ ജീവിതത്തിനുള്ള ചര്യയാണ് മൃതസഞ്ജീവനി ക്രിയ എന്ന് പറയുന്നത്. ഇത് ആധികാരികമാണ്, സമഗ്രമാണ്, ശാസ്ത്രീയമാണ്. അതുകൊണ്ട് ഇന്നത്തെ ഈ മൃതസഞ്ജീവനി ക്രിയ പഠിക്കാൻ വന്നിട്ടുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ അനുഗ്രഹം ഉണ്ടാവും. എല്ലാ ഭാവുകങ്ങളും നേരുകയാണ്. വളരെ കൃത്യമായും സൂക്ഷ്മമായും ഈ കാര്യം പഠിക്കുക. വളരെ കൃത്യമായി, വളരെ ശാസ്ത്രീയമായി ഉള്ളത് കൊണ്ട് തന്നെ ഇത് നോട്ട് എഴുതി കൃത്യമായി പഠിക്കണം. മറ്റുള്ള ക്രിയകൾ ചെയ്യുന്നത് പോലെ നിങ്ങൾക്കത് എളുപ്പത്തിൽ ചെയ്ത്, വളരെ എളുപ്പത്തിലുള്ള ക്രിയയാണ്, പക്ഷെ കൂടുതൽ നിങ്ങൾക്ക് അറിവ് സമ്പാദിക്കാനുള്ള ക്രിയയും കൂടിയാണ്. വളരെ എളുപ്പമാണ്. സംശയങ്ങൾ ചോദിക്കാം, പക്ഷെ ഒരിക്കലും സംശയാലും ആവണ്ട. സംശയങ്ങൾ ചോദിക്കാം. സംശയം സ്ഥിരമായി ഉള്ള ഒരാൾക്ക് നല്ലതാണ്, പക്ഷെ പഠിക്കുന്ന കാര്യങ്ങളിൽ സംശയം ഉണ്ടാവരുത്. പഠിച്ച കാര്യങ്ങളിൽ പിന്നെ സംശയം ഉണ്ടാവരുത്. പഠിക്കുന്ന സമയത്ത് സംശയം ഉണ്ടാവാം, പഠിച്ചതിന് ശേഷം സംശയം ഉണ്ടാവാൻ പാടില്ല. Am I right? ഓക്കെ. അപ്പോൾ ഈ ക്രിയ നിങ്ങൾക്ക് എല്ലാ അനുഗ്രഹങ്ങളും നൽകും. ദൈവത്തെ വിശ്വസിക്കുന്നത് പോലെ ഈ ക്രിയയും നിങ്ങൾ വിശ്വസിക്കുക. നിങ്ങളുടെ ജീവിതത്തിലെ ഒരു പുതിയ സൂര്യോദയം, പുതിയ ഒരു എന്തുണ്ടാവട്ടെ, വലിയൊരു വെളിച്ചം ഉണ്ടാവട്ടെ എന്ന് പറയട്ടെ. നമഃശിവായ.